ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ കുടുങ്ങി. കേരളത്തിൽ നിന്നുള്ള എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും നിരവധി സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദ് ചെയ്തത്. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ നിന്നും രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകളും റദ്ദാക്കിയതിൽ ഉൾപ്പെടും. കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ 8-ന് ശേഷമുള്ള 6 സർവീസുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ പ്രയാസത്തിലായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ 8-ന് ശേഷമുള്ള റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കണ്ണൂരിൽ നിന്നും റദ്ദു ചെയ്തത്. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് ചൊവ്വാഴ്ച രാത്രി 11-ന് യാത്ര തിരിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. വിമാനങ്ങൾ റദ്ദാക്കിയതോടെ 100-ലധികം യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. പകരം സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമാകാതെ വന്നതോടെ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ ജീവനക്കാർ കൂട്ടമായി അവസാന സമയത്തെ അസുഖ അവധി എടുത്തതിനാലാണ് സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കൂട്ട അവധിയെടുത്ത ജീവനക്കാർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തതോടെ സർവീസുകൾ പ്രതിസന്ധിയിലായെന്നാണ് എക്സ്പ്രസ് അറിയിച്ചത്. അതേസമയം എയർലൈനിലെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരുടെ നടപടിയെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പുതിയ സാഹചര്യത്തിൽ യാത്രക്കാർ റീഫണ്ടിങ്ങിനും ബുക്കിംഗിനുമുള്ള അവസരം നൽകിയതായും യാത്രക്കാർക്കുണ്ടായ പ്രയാസത്തിൽ ഖേദിക്കുന്നതായും എയർ ഇന്ത്യ അറിയിച്ചു. രാജ്യത്താകെ ചൊവ്വാഴ്ച രാത്രി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 70-ലേറെ സർവീസുകൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ. മലബാർ ടൈംസ്, കരിപ്പൂർ. Empire College of Science for Next Technocrats, Kuttipuram, Moodal, Malappuram.